മനുഷ്യന്മാർ തമ്മിൽ എപ്പോഴും തെറ്റാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സാമ്പത്തിക ഇടപാടുകളാണ്. അപ്പം നമുക്ക് പലപ്പോഴും എനിക്ക് കിട്ടാനുള്ള ദിവ്യയുടെ അടുത്ത് നിന്ന് കിട്ടാനുള്ള കാശ് എനിക്ക് നല്ല ഓർമ്മയുണ്ടാവും. പക്ഷേ ഞാൻ എനിക്കൊന്നുമില്ല. പക്ഷേ ഞാൻ കൊടുക്കാനുള്ള കാശ് ചെറിയ സംഖ്യയൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ മറന്നു പോകും. അങ്ങനെ സംഭവിക്കാറുണ്ട്. അത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. അത് ഓർമ്മിക്കാൻ കഴിയുക എന്നുള്ളതാണ് അയാളുടെ ക്വാളിറ്റി. ഞാൻ ദിവ്യക്ക് എന്തെങ്കിലും കാശ് തരാനുണ്ടെങ്കിൽ അത് 5 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും അത് ഞാൻ തരാനുണ്ട് എന്നൊരു ബോധം എനിക്ക് വേണം. അത് തരികയും വേണം. ബോധം ഉണ്ടായാൽ മാത്രം പോരാ. അപ്പം ഈ 10 രൂപയ്ക്ക് പകരം ഞാൻ വൈകിട്ട് ദിവ്യയുടെ കൂടെ ചായ കുടിക്കാൻ പോകുന്നു. ചായയുടെ കാശ് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ കരുതുകയാണ് ഞാൻ അന്ന് വാങ്ങിയ 10 രൂപയുടെ കാശാണ് ഇപ്പം ഞാൻ ചായ ആയി തന്നത് എന്ന് വിചാരിക്കാൻ പാടില്ല. അത് 10 രൂപയായിട്ട് തന്നെ കൊടുക്കണം. കാശ് വാങ്ങിയാൽ കാശായിട്ട് തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ പറയണം, ഞാൻ അന്ന് നിൻ്റെ അടുത്ത് ഇത്ര കാശ് വാങ്ങിയില്ല, അതിന് പകരമാണ് ഞാനിത് ചെയ്തത് എന്ന് പറയണം. അത് ദിവ്യ അംഗീകരിക്കുകയും വേണം. അപ്പോഴേ ആ ഇടപാട് പൂർത്തിയാവുന്നുള്ളൂ. പക്ഷെ നമ്മൾ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഇരുന്നപ്പോൾ നിഷാ സംസാരിച്ചപ്പോൾ എന്നെ ഓർത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞതിനെ അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഞാൻ പണ്ട് ടൈപ്പ് റൈറ്റിങ്ങിന് പഠിക്കുന്ന സമയത്ത് ഒരുത്തൻ എൻ്റെ അടുത്ത് 20 രൂപ വാങ്ങിയായിരുന്നു. ഇതുവരെ തന്നിട്ടില്ല. എനിക്കിപ്പോൾ അത് ഓർമ്മയുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇരുന്നപ്പോൾ ആലോചിച്ചതാണ്. പക്ഷേ ഞാൻ അന്ന് വേറെ അടുത്തെങ്കിലും വാങ്ങിയിട്ടുണ്ടാവും. ഞാൻ കൊടുക്കാനുള്ള എനിക്ക് ഓർമ്മയില്ല സത്യം. അപ്പോൾ അതൊരു മനുഷ്യൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പം ഈ ഇവർ തമ്മിലുള്ള ഫൈറ്റിൻ്റെ ഇടയിലും ഇത് തന്നെയാണ്. കാരണം അപ്പം അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഞാൻ ഇത്ര രൂപ കൊടുത്തു, ബാക്കി അദ്ദേഹത്തിൻ്റെ ഡേറ്റ് മാനേജ് ചെയ്തതിൻ്റെ പേരിലുള്ള പൈസയായി കൂലിയായി കണക്കാക്കുമെന്ന് കരുതി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം കരുതുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് ഹരീഷിനോട് എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഹരീഷ്, ഞാൻ എൻ്റെ കാര്യം മാനേജ് ചെയ്യുന്നുണ്ടല്ലോ, എന്ന് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് ഹരീഷ് അംഗീകരിച്ചെങ്കിൽ മാത്രമേ അത് കടം വീട്ടിലാവുന്നുള്ളൂ. പക്ഷേ അത് സംഭവിച്ചിട്ടില്ല. അതാണ് ഇവിടുത്തെ നിലവിലുള്ള പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആരുടെ നിന്ന് കാശ് കടം വാങ്ങിയാലും കാശായിട്ട് തന്നെ തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അയാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തീർക്കണം.